ആശ്രയം. ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം. ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ എൻ്റെ മോചകാ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ എൻ്റെ മോചകാ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 107 സങ്കീർത്തനം 28, 29, 30 വാക്യങ്ങൾ വായിക്കാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റുകൾ, അതാണ് നമ്മുടെ ചിന്താ വിഷയം. നാം ചിലതെല്ലാം ഇതിനകം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. കൊടുങ്കാറ്റുകൾ. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. കൊടുങ്കാറ്റ് വന്നപ്പോൾ അങ്ങ് എത്തുകയില്ലെന്നാണ് വിചാരിച്ചത്. തുറമുഖത്തേക്ക് എത്താൻ സാധ്യമല്ലെന്നാണ് വിചാരിച്ചത്. ആഗ്രഹിച്ച് പുറപ്പെട്ടതാണ്, പക്ഷേ എത്തുകയില്ലെന്ന് മനസ്സിലായി. കാരണം കൊടുങ്കാറ്റ് വല്ലാതെ ആഞ്ഞടിക്കുകയായിരുന്നു. കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്. ഇംഗ്ലീഷ് ബൈബിളിലെ ടൈഫൂൺ എന്നാണ് പറയുന്നത്. ടൈഫൂൺ, വെറും ടെമ്പസ്റ്റ് അല്ല, ടൈഫൂൺ. വലിയൊരു ഭീകരമായ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റിനെ ദൈവം ശാന്തമാക്കി. ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനെ എത്തിച്ചു. കൊടുങ്കാറ്റുകൾ. അതിനെക്കുറിച്ച് ചിന്തിച്ച് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു പടകിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കൊടുങ്കാറ്റടിച്ചു. കർത്താവ് അവരുടെ നിലവിളി കേട്ടുകൊണ്ട്, അവർ വിളിച്ചത് കേട്ടുകൊണ്ട് കർത്താവ് എഴുന്നേറ്റു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അവർ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് അവരെ എത്തിച്ചു. പിന്നെ നാം ചിന്തിച്ചു, കർത്താവ് യേശുക്രിസ്തു പടകില്ലായിരുന്നു. കർത്താവ് കരയിലായിരുന്നു. അവർ നടുക്കടലിലായിരുന്നു. അന്നും കൊടുങ്കാറ്റടിച്ചു. ഗലീലക്കടലിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുങ്കാറ്റുണ്ടാകാറുണ്ട്. കൊടുങ്കാറ്റടിച്ചു. അവർ നിലവിളിച്ചു. രക്ഷപ്പെടുകയില്ലെന്ന് മിക്കവാറും തീർച്ചയായി.
കാരണം നടുക്കടലിലാണ്. പക്ഷേ അവരുടെ യാതന കണ്ട്, അവരുടെ വേദന കണ്ട്, അവരുടെ പരിഭ്രമം കണ്ട് അങ്ങ് ദൂരെ നിന്ന് കർത്താവ് കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കലെത്തി. കർത്താവ് പടകിൽ കയറിയ ഉടനെ കൊടുങ്കാറ്റമർന്നു, ശാന്തതയുണ്ടായി. ഇന്നും ചിന്തിക്കാൻ പോകുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ ഒരു കൊടുങ്കാറ്റാണ്. ആ 27-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. അതൊരു ഭയങ്കരമായ കൊടുങ്കാറ്റാണ്. ഈശാനമൂലൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയപ്പോൾ മനസ്സിലായത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അടിക്കുന്നതായി കൊടുങ്കാറ്റ്. ഒരിടത്ത് ഒരു കൊടുങ്കാറ്റടിച്ചു, ഉടനെ അപ്പുറത്ത് നിന്ന് നേരെ എതിർ ദിശയിൽ നിന്ന് കൊടുങ്കാറ്റടിക്കുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കൊടുങ്കാറ്റടിക്കുന്നു. നിർവാഹമില്ല, രക്ഷപ്പെടുന്ന പ്രതീക്ഷയില്ല. നാം വായിക്കുന്ന അങ്ങനെയാണ്, കുറേ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റ് വിരോധമായി അടിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് വിരോധമായിട്ട് വരുന്നതാണ്. നമ്മുടെ പുരോഗതിക്ക് തടസ്സമായിട്ട് വരുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായി വരുന്നതാണ്. ഒരു ശുഭതീരത്തെത്താൻ സാധ്യമല്ല എന്ന് മിക്കവാറും തീർച്ചയാക്കുന്ന രീതിയിൽ വരുന്ന കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റുകൾ. ദൈവത്തിന് സ്തോത്രം. ഈ സന്ദർഭം നിങ്ങൾക്ക് പക്ഷേ ഓർമ്മയിൽ വരുമായിരിക്കും. പൗലോസ്ലീഹ റോമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഒരു തടവുപുള്ളിയെപ്പോലെ. യെരൂശലേമിൽ നിന്ന് ഒരു തടവുപുള്ളിയെപ്പോലെ റോമിലേക്ക് അയച്ചു. കപ്പലിലാണ് അയക്കുന്നത്. അവിടെ അഗ്രിപ്പ രാജാവും അതുപോലെ തന്നെ അവിടെ ദേശാധിപതിയും എല്ലാം നോക്കിയിട്ടും കുറ്റമൊന്നും കാണുന്നില്ല. അവർ നോക്കിയിട്ട് പൗലോസ്ലീഹയെ വധിക്കുന്നുള്ളതായി കുറ്റമൊന്നും ചെയ്തിട്ട് കാണുന്നില്ല. പക്ഷേ യഹൂദന്മാർക്ക് നിർബന്ധം പൗലോസിനെ വധിക്കണമെന്ന്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ എന്തു വേണ്ടെന്നറിയാതെ അമ്പരപ്പിലായപ്പോൾ ദേശാധിപതിയും അഗ്രിപ്പ രാജാവും അമ്പരപ്പിലായപ്പോൾ ഒരു പുതിയ വഴിയിൽ കൂടി കാര്യം തീർക്കാമെന്ന് വിചാരിച്ചു. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് തീരുമാനിക്കേണ്ട, ഈ കുറ്റവാളിയെ നമുക്ക് നേരെ റോമിൽ കൈസറുടെ അടുക്കലെത്തിക്കാം. റോമിലെ ചക്രവർത്തി ഇവനെ വിസ്തരിക്കട്ടെ, ശിക്ഷിക്കട്ടെ. നാമായിട്ട് കുറ്റിനെ വിസ്തരിക്കത്തക്കവണ്ണം, കുറ്റം പെടുത്തത്തക്കവണ്ണം, ഇവനെ ശിക്ഷിക്കത്തക്കവണ്ണം ഒന്നും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇവൻ റോമിലേക്ക് അയക്കാം എന്ന് തീരുമാനിച്ചു. കപ്പൽ മാർഗം ഒരു കൂട്ടം വേറെയും തടവുകാരുണ്ടായിരുന്നു. 275 തടവുകാർ വേറെയും ഉണ്ടായിരുന്നു. 275 തടവുകാർ. 276-ാമത്തെ ആളാണ് അപ്പോസ്തലനായ പൗലോസ്. ഇത്രയും തടവുപുള്ളികളെല്ലാം അങ്ങ് റോമിലേക്ക് കൊണ്ടുപോവുകയാണ്, അവരെ കൊണ്ടുപോവുകയാണ്. എല്ലാം തടസ്സമായിരുന്നു. 27-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, പുറപ്പെട്ട അന്നു മുതലേ തടസ്സങ്ങളായിരുന്നു, യാത്രയ്ക്ക് വിഘ്നം. പക്ഷേ ഒരത്ഭുതം ഉണ്ടായി. ഈ യാത്രയിലൊക്കെയും പൗലോസിലേക്ക് തെല്ലും അമ്പരപ്പുണ്ടായില്ല. കർത്താവിൻ്റെ സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, അത് കർത്താവിൻ്റെ ഇഷ്ടമല്ലേ, ആ ഒരു വിചാരമേ പൗലോസിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണല്ലോ പൗലോസിൻ്റെ പ്രമാണം. അതാണല്ലോ, ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി, അല്ല മരിക്കുകയാണെങ്കിൽ ദൈവനാമമഹത്വത്തിന് വേണ്ടി. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ സുവിശേഷ തീക്ഷ്ണത നാം കാണുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ളതായ ഓട്ടം, കർത്താവിനുള്ളതായ സ്നേഹത്തെ പ്രതിയുള്ളതായ ഓട്ടം, എന്തും സഹിക്കാനുള്ളതായ മനസ്സ്. എന്തുമാത്രം പീഡനമാണ് അപ്പോസ്തലൻ സഹിച്ചത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ സഹിച്ചതായ യാതനകളെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം. പലവട്ടം ബന്ധനത്തിലായി, പലവട്ടം കപ്പൽ ചെയ്തതിലകപ്പെട്ടു, പലവട്ടം ഉറക്കവിളപ്പ് വായിച്ചേ. ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം, യഹൂദരാൽ ഒന്ന് കുറയെ 40 അടി, അത് മുഴുവൻ അടിച്ചാൽ പിന്നെ അടിക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് 39 അടി അടിച്ച് നിർത്തും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും 1 തുടങ്ങും. അങ്ങനെ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു,
3 വട്ടം കോലിനാൽ അടികൊണ്ടു. 3 വട്ടം കോലിനാലടി കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. രാവും പകലും വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, മരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, നദികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കൂട്ടായ്മയിലുള്ളവര് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, വിശപ്പും ദാഹവും, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ഇതെല്ലാം സഹിച്ചു. അപ്പോൾ വീണ്ടും ഉണ്ട് എനിക്കൊരു കാര്യം, ചിന്താഭാരം. എന്നെക്കുറിച്ചല്ല, എൻ്റെ ആയുസിനെ കുറിച്ചല്ല, എൻ്റെ രോഗത്തെക്കുറിച്ചല്ല, സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആദ്യകാലത്തൊക്കെ ഞാനിത് ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇപ്പോൾ കർത്താവ് എന്താ സഹായിക്കാഞ്ഞത്? ഈ ഇത്രയേറെ അടികൊള്ളപ്പോൾ 40 അടി തികയുന്നതിന് മുമ്പ് 39 അടി അടിച്ച് നിർത്തി പിന്നെയും തുടങ്ങുന്നു. ഇങ്ങനെ അടികൊണ്ട് അവസാനമായപ്പോൾ ഇത് കർത്താവ് അവരെ തടുക്കാഞ്ഞത് എന്താണ്? ഞാൻ എൻ്റെ ഈ വേദപുസ്തകമൊക്കെ വായിച്ചു തുടങ്ങുന്ന ആ കാലങ്ങളിൽ ഞാൻ ചിലപ്പോൾ അമ്പരം തിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണത് കർത്താവ് നോക്കാത്തത്? കാരണം ഒന്നത്തെ എൻ്റെ ധാരണ, നമുക്ക് ആപത്ത് വരാതെ കർത്താവ് കാക്കും, നമുക്ക് ദോഷവും കൊഴുതിയും വരാതെ കർത്താവ് കാക്കും, നഷ്ടം വരാതെ കർത്താവ് കാക്കും, നമുക്ക് രോഗം വരാതെ കർത്താവ് കാക്കും. അതൊക്കെയല്ലേ മനുഷ്യന് വേണ്ടത്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവില്ല, ദൈവക്ഷതയ്ക്ക് വന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു എൻ്റെ ധാരണ. ഇന്നും അനേകർക്ക് ധാരണയുണ്ട്, ദൈവക്ഷതയ്ക്ക് വന്ന ദൈവമക്കൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ദൈവക്ഷതയ്ക്ക് വരുന്നവർക്ക് രോഗം ഉണ്ടാവില്ല, അവർക്ക് ജോലി കിട്ടും, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും, നല്ല ബുദ്ധി കിട്ടും, നല്ല വിവാഹം കിട്ടും, നല്ല മക്കളെ കിട്ടും, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ. അത് വാസ്തവത്തിൽ ആ ചിന്താഗതി പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയും. പ്രോസ്പെരിറ്റി ഗോസ്പൽ, അഭിവൃദ്ധിയുടെ സുവിശേഷം. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ഇറ്റ്സ് അഗൻസ്റ്റ് ദ ഗോസ്പൽ, അത് സുവിശേഷത്തിനെതിരാണ്. ഓർക്കുക, ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും രോഗമുണ്ടാകും, പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിച്ചവരാണെങ്കിലും പ്രതിസന്ധികളുണ്ടാകും, പീഡകളുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും, അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും. അത് വാസ്തവത്തിൽ ഇന്ന് സുവിശേഷ ലോകത്ത് അജ്ഞാതമാണ്, അറിവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് സുവിശേഷ ലോകം, സുവിശേഷത്തെക്കുറിച്ച് അറിയുന്ന പല ആളുകളും എല്ലാ കാര്യങ്ങളും നന്നായി നടക്കാൻ ദൈവം വേണം. ശരിയാണ്, കാര്യം ശരിയാണ്. ഇല്ല, ഏതെങ്കിലും ഒരു ആപത്ത് വന്നാൽ പിന്നെ ദൈവം എവിടെ പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദൈവം എവിടെ പോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നിർമ്മല സുവിശേഷം എന്താണെന്ന് നാം ഗ്രഹിക്കണം. ആപത്തുകളും രോഗങ്ങളും അത്യാഹിതങ്ങളും അപകടങ്ങളും എതിർപ്പുകളും പോരാട്ടങ്ങളും അറ്റാക്സ് ആക്രമണങ്ങളും ക്യാരക്ടർ അസസിനേഷൻസ്, തേജോവധങ്ങളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എന്നുകൊണ്ട് എല്ലാ അനേകം പ്രശ്നങ്ങൾ ഒരു വിശ്വാസി നേരിടേണ്ടി വരും. പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിൽ ക്രിസ്ത്യാനി എന്ന കഥാപാത്രം അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് കാണാം. പിന്നീട് ക്രിസ്ത്യൻ എന്ന കഥാപാത്രവും അത് തന്നെ അനുഭവിക്കുന്നുണ്ട്. അതൊരു കഥയാണ്, പക്ഷെ മനോഹരമായ കഥയാണ്. യാതനകൾ നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം. ഒരിക്കലും യാതന മാറാൻ നാം പ്രാർത്ഥിക്കരുത്. ക്ഷമിക്കണം, നിങ്ങൾ തെറ്റിപ്പോകരുത്. ദുരിതങ്ങൾ മാറാൻ പ്രാർത്ഥിക്കരുത്, രോഗം മാറാനും പ്രാർത്ഥിക്കരുത്. എന്ന് പറഞ്ഞാൽ ശരിയായ സെൻസിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ഇതിൻ്റെ മധ്യത്തിൽ എനിക്കിതിൻ്റെ കൃപ വേണം. രോഗത്തിൽ ഞാൻ വേദനയിട്ട് പടയുമ്പോഴും നാഥ, അതിൻ്റെ കൃപ എനിക്ക് വേണം. യേശു എൻ്റെ നിന്ന് മാറിപ്പോകരുത്. എൻ്റെ ഹൃദയത്തിലേക്ക് കരുണയോടെ ഇറങ്ങി വന്ന് എൻ്റെ യേശു എൻ്റെ നിന്ന് മാറിപ്പോകരുത്. എൻ്റെ ജീവിതത്തിലേക്ക് മനസ്സിലോടെ ഇറങ്ങി വന്ന് യേശു എന്നിൽ നിന്ന് മാറിപ്പോകരുത്. യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് എപ്പോഴും വേണം. എൻ്റെ ജീവിതത്തിലെ പകലും രാവും യേശുവിൻ്റെ സാന്നിധ്യം വേണം. എപ്പോഴും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും കൂടെ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ കൂടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇരുന്നുകൊള്ളട്ടെ, ആരെങ്കിലും വർത്തമാനം പറയാൻ ആരെങ്കിലും ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അല്ല, നിങ്ങൾ യാത്ര ചെയ്യാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടോ എനിക്കിപ്പോൾ? ഇടയ്ക്കൊന്ന് ചിന്തിക്കണം, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചിന്തിക്കണം, യേശു എൻ്റെ കൂടെ ഉണ്ടോ?
അതെന്നങ്ങനെ ചിന്തിക്കുന്നത്? കാരണം നമ്മുടെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്താൻ പിശാച് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകാഗ്രത നഷ്ടപ്പെടുത്തും, നിർമ്മലത നഷ്ടപ്പെടുത്തും, ഹൃദയം വഷളാക്കി കളയാൻ പിശാച് പരിശ്രമിക്കും. അതാണ് 2 കൊരിന്ത്യർ 11:2 കാണുന്നത്. ക്രിസ്തുവിനുള്ളതായ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് എരിയുന്നു, ഞാൻ വിഷമിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. വായിച്ചേ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എരിവോടെ സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ എരിവാണ് എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലന് പേടിയാണ്. കൊരിന്ത്യയിലെ ദൈവമക്കൾ അവർ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ? അവർക്ക് ക്രിസ്തുവിനുള്ളതായ ഏകാഗ്രതയും നൈർമല്യവും നഷ്ടപ്പെട്ടു പോകുമോ? അപ്പോസ്തലൻ്റെ ഹൃദയം ഭാരത്തോടെ ചിന്തിക്കുകയാണ്, ഞാൻ എരിയുന്നു. സ്തോത്രം. അതുകൊണ്ട് നാം എപ്പോഴും ഏത് പ്രതിസന്ധി വന്നാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസികൾ പാസ്റ്റർ ചെയ്യേണ്ടത്, കർത്താവേ എനിക്ക് നിൻ്റെ സാന്നിധ്യം തരണം, വഹിക്കാനുള്ള കൃപ തരണം, സഹിപ്പാനുള്ള കൃപ തരണം, ഇതിനെ അഭിമുഖീകരിക്കാനുള്ള കൃപ തരണം. സ്തോത്രം. ഈ മാരകമായ രോഗത്തെ അതിജീവിക്കാനുള്ള കൃപ തരണം. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റായ രീതിയിൽ ധരിക്കരുത്. പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചാൽ ദൈവ രോഗസൗഖ്യം തന്നെന്ന് വരാം. തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടല്ലോ, അനേകം പേർ കിട്ടുന്നുണ്ടല്ലോ. കാരണം ഈ ദൈവത്തിൻ്റെ കൃപ വരുമ്പോൾ സൗഖ്യം കിട്ടും, സംശയമൊന്നുമില്ല. സൗഖ്യം കിട്ടും. സൗഖ്യം ആവശ്യമാണെങ്കിൽ തരട്ടെ, അത് കർത്താവിൻ്റെ കാര്യമാണ്. എനിക്ക് സൗഖ്യം വേണമോ എന്നുള്ളത് കർത്താവ് തീരുമാനിക്കണം. എനിക്ക് എന്താണ് വേണ്ടതെന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കണം. അതൊരു ഡീപ്പസ്റ്റ് സറണ്ടറാണ്. വെച്ചാൽ ആഴത്തിലൊരു സമർപ്പണമാണ്. വെച്ചാൽ രോഗം മാറണമെന്ന് പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആഴത്തിലുള്ള സമർപ്പണത്തിലേക്ക് വരുമ്പോൾ കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട, നിൻ്റെ കൃപ മതി. രോഗത്തിൽ പിടഞ്ഞുകൊണ്ടിരുന്നാലും വേദനയിൽ വലഞ്ഞുകൊണ്ടിരുന്നാലും നാഥ എനിക്ക് നിൻ്റെ കൃപ മതി, നിൻ്റെ സാന്നിധ്യം മതി. സാന്നിധ്യം, ദൈവസാന്നിധ്യം. സ്തോത്രം. നിങ്ങൾക്ക് അത് അനുഭവമാകണമെന്ന് ഞാൻ ആശിക്കുന്നു. ദൈവ സാന്നിധ്യം യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അല്ല, ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും എപ്പോഴും ദൈവ സാന്നിധ്യം, ദ വെരി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടുക, അതൊരു വലിയ അനുഭവമാണത്. സ്തോത്രം. വേദന വരട്ടെ, വന്നുകൊള്ളട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, രോഗം വരട്ടെ, തങ്ങും വയ്യാത്ത പ്രതിസന്ധികൾ വരട്ടെ, ആപത്ത് വരട്ടെ, ആക്സിഡൻറ്റ്സ് വരാമല്ലോ, അത്യാഹിതങ്ങൾ വരാം, ദൈവങ്ങൾക്കും വരാം. അല്ല, വലിയ പെരിയ കടം വരട്ടെ, കടം എന്ത് ചെയ്യും? വീട്ടാൻ മാർഗം കാണുന്നില്ല. അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഈ പ്രശ്നം നീ അറിയുന്നു, ഇതുമൂലം എൻ്റെ ആത്മാവിന് കേടുവരുത്തരുത്, കേടുവരാതെ നീ നോക്കണം, നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണം. എൻ്റെ ഈ പ്രതിസന്ധി മൂലം, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ ആപത്ത് മൂലം, എൻ്റെ കർത്താവേ എനിക്ക് വന്ന ഈ രോഗം മൂലം, എനിക്ക് വന്ന ഈ വലിയ കടം മൂലം എൻ്റെ കർത്താവിൻ്റെ നാമം അപമാനിക്കപ്പെടേണ്ട വരരുത്, യേശുവിൻ്റെ നാമം ദുഷിക്കപ്പെടേണ്ട വരരുത്. കർത്താവേ എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. ഇന്ന് ഞാൻ കടന്നുപോയാൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മോശോഭയോടെ ചെല്ലണം. യേശുവിൻ്റെ പ്രസന്ന മുഖം കണ്ടുകൊണ്ട് ഞാൻ എനിക്ക് അക്കരെ നാട്ടിൽ എനിക്ക് കടന്നു ചെല്ലണം. കർത്താവേ അതിന് നിൻ്റെ കൃപ എനിക്കുണ്ടായിരിക്കണമേ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അനേകം യാതനകൾ സഹിച്ചു, വേദനകൾ സഹിച്ചു, കഷ്ടപ്പാടുകൾ സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് യെരുശലേമിൽ വിസ്തരിച്ചു. ഒരു വലിയൊരു വ്യവഹാരജ്ഞനായ വലിയൊരു അഡ്വക്കേറ്റ് വന്നു, തെർത്തുല്യൻ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് വന്നു വാദിച്ചു. അപ്പോസ്തലനായ പൗലോസ് എതിരായിട്ട് വാദിച്ചു. ഈ വാദമുഖങ്ങളെല്ലാം കഴിഞ്ഞു, വിസ്തരിച്ചു. വേറെ കുറ്റമൊന്നും കാണുന്നില്ല, കുറ്റം പറയാനൊന്നുമില്ല. അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, എനിക്ക് ദൈവത്തോട് മനുഷ്യരോട് കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടായിരിക്കണം, അതാണ് എൻ്റെ ആശ. വേറൊന്നും വേണ്ട എനിക്ക്. നിങ്ങൾ ആ ഭാഗം വായിച്ചൊക്കെ മനസ്സിലാകും. ദൈവത്തോട് മനുഷ്യരോട് കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. ഒരു ഡീപ്പസ്റ്റ് സറണ്ടറാണ്. എന്താ? ദൈവത്തോടും എനിക്ക് കുറ്റമില്ലാത്ത മനസ്സാക്ഷിയിൽ കുറ്റം ഉണ്ടാകരുത്. മനുഷ്യരുടെ മുമ്പിലും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രമാണമാക്കണം. ദൈവത്തോട് മനുഷ്യരോട് കുറ്റമില്ലാത്ത മനസ്സാക്ഷി. മനുഷ്യൻ നമ്മളെക്കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ, സാരമില്ല. മനുഷ്യനെക്കുറിച്ച് പലതും തിരിച്ചെന്ന് വരാം, സ്വാഭാവികമാണ്.
മനുഷ്യരല്ലേ, അവരുടെ ബുദ്ധിയിൽ ചിലപ്പോൾ കുറ്റപ്പെടുത്താൻ പലതും കിട്ടിയെന്ന് വരും, ആയിക്കൊള്ളട്ടെ. പക്ഷേ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവനായിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യാനുഭവമാണ്. കുറ്റമില്ലാത്ത മനസാക്ഷി, എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവർ വിസ്തരിച്ചു, രാജാവ് വിസ്തരിച്ചു, ദേശാധിപതി വിസ്തരിച്ചു, പക്ഷേ കുറ്റമൊന്നും കാണുന്നില്ല. പൗലോസ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ കൈസരെ അഭയം ചൊല്ലുകയാണ്, ഇവിടെ വെച്ച് തന്നെ ഒന്നും ചെയ്യരുത്. കൈസരെ അഭയം ചൊല്ലുന്നു, കൊണ്ടുപോയി. പട്ടാളം, ഒരു സഹസ്രാധിപൻ കൂടെയുണ്ട്, 1000 പട്ടാൾക്കാരുടെ ഉടയവൻ, ഒരു മേധാവിയായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ കൂടെയുണ്ട്. അങ്ങനെ പോവുകയാണ്. അത് നമുക്ക് വായിക്കാം, ആദ്യ ഭാഗം ഒന്ന് വായിക്കാം, 27 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. ഞങ്ങൾ കപ്പൽ കയറി ഇതല്യയ്ക്ക് പോകണമെന്ന് ഇറ്റലിയാണ്, ഇതല്യയ്ക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റ് ചില തടവുകാരെയും ഔഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പലിൽ കയറി നീക്കി. തെസലോനിക്കയിൽ നിന്നുള്ള മക്കദോന്യക്കാരനായ അരിസ്തർഹോസും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അരിസ്തർഹോസ് മാസിഡോണിയക്കാരനാണ്, മക്കദോന്യക്കാരൻ. അവിടെ ഗ്രീസിൽ നിന്നുള്ള മാസിഡോണിയക്കാരനായ അരിസ്തർഹോസും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിൽ എത്തി. യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു. സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. ഈ സഹസ്രാധിപൻ നല്ല മനുഷ്യനായിരുന്നു, 1000 പട്ടാൾക്കാർക്ക് മേധാവിയായ മനുഷ്യൻ, നല്ല മനുഷ്യനായിരുന്നു. പൗലോസിനോട് ദയ കാണിച്ചു, കൂട്ടായ്മയിലുള്ളവരെ കാണാനായിട്ട് അനുവദിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി. കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിൻ്റെ മറപറ്റി ഓടി. ഇപ്പോഴേ കാര്യം തുടങ്ങിക്കഴിഞ്ഞു. കാറ്റ് പ്രതികൂലമാകയാൽ, ദൈവത്തിന് സ്തോത്രം. പോകുമ്പോൾ ആ യാത്രയിൽ പ്രതികൂലമായി കാറ്റടിക്കുന്നു. അല്പം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ യാത്രയിൽ പ്രതികൂലമായി കാറ്റടിച്ചെന്ന് വരാം, വലിയ നഷ്ടം വന്നു എന്ന് വരാം, വലിയ കഷ്ടം വന്നെന്ന് വരാം, തീർത്താൽ തീരാത്ത കഷ്ടം വന്നെന്ന് വരാം, മനസ്സ് ചഞ്ചലപ്പെട്ടു പോയി എന്ന് വരാം. കാറ്റ് പ്രതികൂലമാണ്. ഈ യാത്രയിൽ കാറ്റ് പ്രതികൂലമായിട്ടുണ്ട്, മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ന് കുടുംബത്തിലെ ക്ലേശങ്ങളെ ഓർത്ത് എല്ലാം പ്രതികൂലമാണല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, വിശ്വാസികൾക്ക് എല്ലാം ഉള്ളതാണ്, ആർക്കും ഉള്ളതാണ്. എന്തെങ്കിലും ഈ അത്യാഹിതങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഇല്ലാതെ സുഖമായി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ എളിമയോട് പറയട്ടെ, ഭയപ്പെടണം. ദൈവത്തിന് സ്തോത്രം. പ്രശ്നമൊന്നുമില്ല, സുഖമാണ്, നല്ല സന്തോഷമാണ്, പ്രതിസന്ധി ഒന്നുമില്ല, കൊള്ളാം, ഇപ്പോൾ നല്ല എല്ലാം ഓൾ റൈറ്റ്. അങ്ങനെയുള്ള സമയം വരുമ്പോൾ ഭയപ്പെടണം, പേടിക്കണം. എൻ്റെ കർത്താവേ, നീ എന്നെ കൈവിട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, ആത്മീയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളെ നേരിടേണ്ടതുണ്ട്. അത് നാം മനസ്സിലാക്കുക. നിങ്ങളെല്ലാം കുടുംബമുള്ളവരില്ലേ, ഓരോരുത്തരും കുടുംബമുണ്ടല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് നിങ്ങൾ നേരിടുന്നത്, എന്തെല്ലാം പ്രയാസങ്ങൾ. ഓരോന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ സ്വസ്ഥത കിട്ടാത്ത വിധത്തിൽ, ഹൃദയത്തിനൊരു വിശ്രമം കിട്ടാത്ത വിധത്തിൽ, മനസ്സിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ ഓരോരോ ചിന്തകളൊന്ന് കയറുന്നു. പല പരീക്ഷണങ്ങളും വരുന്നു, പല പരീക്ഷകളും വരുന്നു, ടെംപ്റ്റേഷൻസ് വരുന്നു. നമുക്ക് പാപം ചെയ്യാനുള്ള ടെംപ്റ്റേഷൻസ്, പരീക്ഷകൾ വരുന്നു, ഇതെല്ലാം വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആപത്തുകളുടെയും ശത്രുവിൻ്റെ പോരാട്ടത്തിൻ്റെയും നടുവിൽ ഇടയ്ക്ക് കൂടി കടന്നു പോകാൻ, കർത്താവേ എനിക്കൊരു പഴുതു തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. വഴിയിൽ മുഴുവൻ മുള്ളാണ്, ശത്രു മുള്ള് വിതറിയിരിക്കുകയാണ്. നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ മുള്ള് വിതറിയിരിക്കുന്നു. വഴി മുഴുവൻ മുള്ള്, എല്ലാ കാര്യങ്ങളിലും. വീട്ടിൽ മുള്ള്, ജോലി സ്ഥലത്ത് മുള്ള്, പഠിക്കുന്ന കലാലയത്തിൽ മുള്ള്, എവിടെയും മുള്ളുകൾ ഇങ്ങനെ ഏറ്റു വിഷമിക്കുന്നവരുണ്ട്. ഈ മുള്ളുകളേറ്റ് വിഷമിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ മുള്ളുകളേറ്റ് വിഷമിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പറയണം, കർത്താവേ എനിക്ക് ഈ മുള്ള് മാറ്റാൻ ഞാൻ എന്നോട് പറയുന്നില്ല, എനിക്ക് അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കാല് വയ്ക്കാനുള്ള പഴുതു തരണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ മുള്ളുകളുടെ ഇടയിൽ ഒരു കാൽ വെച്ച് ഒരു പാദം വയ്ക്കാനുള്ളതായ അത്രയ്ക്ക് സ്പേസ് എനിക്ക് തരണം, അത്രയ്ക്ക് സ്ഥലം എനിക്ക് തരണം. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാകണം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളു ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ടാകും, മനസ്സ് നൊന്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. എൻ്റെ കാര്യം പോലെ ഒരു പ്രയാസം ആർക്കുമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. എൻ്റെ അവസ്ഥ എങ്ങനെയാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഓർക്കൂ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ മുള്ള് മാറ്റി തരികയല്ല, മുള്ളുകളുടെ ഇടയിൽ ഓരോ പാദം ഓരോ ചുവട് വെച്ച് പോകാനുള്ളതായ വഴി അവൻ ഒരുക്കി തരുന്നുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല. ഇരുട്ടാണ്, രാത്രിയാണ്, ഈ മുള്ളുകളിൽ ഞാൻ എങ്ങനെ പോകും? പേടിക്കണ്ട മോനെ, നീ കാലെടുത്ത് വയ്ക്കൂ, അവിടെ അവൻ വെളിച്ചം തരും. നിൻ്റെ കാല് വയ്ക്കാനുള്ള വെളിച്ചം അവിടെ തരും.
അവിടെ നിന്ന് അടുത്ത ചുവട് വയ്ക്കാൻ വെളിച്ചം അവിടെ തരും. ആ സകലം ഇരുട്ടാണ്, ചുറ്റും മുഴുവൻ ഇരുട്ടാണ്. ഇടയ്ക്ക് ദൈവമക്കൾക്ക് ഈ മുള്ളുകളുടെ ഇടയിൽ കാൽ വെച്ച് ചൂട് വെച്ച് മുന്നോട്ട് പോകാനുള്ളതായ അതിനുള്ളതായ സാഹചര്യം കർത്താവ് ഒരുക്കി തരും. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റ്, കാറ്റ് പ്രതികൂലമാകിയാൽ അവർ വലഞ്ഞുപോയി. കാറ്റ് പ്രതികൂലമാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം കാറ്റുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കുടുംബത്തിൽ ഏതെല്ലാം കാറ്റുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതികൂല കാറ്റുകൾ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രതികൂല കാറ്റുകളുടെ ഇടയിൽ സമാധാനത്തോടെ പോകാൻ നമുക്ക് സാധിക്കും. സ്തോത്രം. സാധിക്കണം. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആ കാര്യം നിങ്ങൾക്ക് ഉറക്കണം കേട്ടോ. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ഈ ജീവിതം ഒരിക്കലായിട്ട് ക്രിസ്തുവിനെ ഏൽപ്പിച്ചതാണ്. ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ ഈ ജീവിതം ഒരിക്കലായിട്ട് ക്രിസ്തുവിനെ ഞാൻ പരമേൽപ്പിച്ചതാണ്. സ്തോത്രം. പോരായ്മകളുണ്ടായിരുന്നു, ശരിയാണ്. സമർപ്പണം പൂർണ്ണമല്ലായിരുന്നു, ശരിയാണ്. ശരിയായൊരു സമർപ്പണമൊന്നും വന്നില്ലായിരുന്നു. പക്ഷേ ഒരിക്കൽ ഈ ജീവിതം എനിക്കറിയാവുന്ന വിധത്തിൽ യേശുവിൻ്റെ കാൽക്കൽ വെച്ചതാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു മഹാഭാഗ്യമാണ്. ഒരിക്കലും ഈ ജീവിതം ക്രിസ്തുവിന് കൊടുത്തതാണെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം. ക്രിസ്തുവിന് കൈമാറിയതാണ് ഈ ജീവിതം. ഈ ജീവിതത്തിൽ വേറെ ആർക്കും അവകാശമില്ലെന്നുള്ള ഉറപ്പ്, യേശുവിന് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ച് കഴിഞ്ഞു എന്നുള്ള ഉറപ്പ്, ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടാം, അഭിമുഖീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം, കർത്താവേ, ഞാൻ ഈ ജീവിതം ഇതുവരെയും നിനക്ക് ഞാൻ പൂർണ്ണമായി വിട്ടു തന്നിരുന്നില്ല. എൻ്റെ ചില ഇഷ്ടങ്ങൾക്ക്, എൻ്റെ ചില താല്പര്യങ്ങൾക്ക്, എൻ്റെ ചില സ്വന്തമായ ചില അഭിലാഷങ്ങൾക്ക് ഈ ജീവിതം ഞാൻ വിട്ടുകൊടുത്തിരുന്നു. മുഴുവൻ മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല കർത്താവ്. എന്നാലും എൻ്റെ ആഗ്രഹം എന്നോട് പറയുകയാണ്, ഈ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ രക്ഷകനായ യേശുവിനെ ഞാൻ കൈമാറുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ ചുമതല എനിക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന് വേണ്ടി ഞാൻ കൈമാറുകയാണ്. എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ വെച്ച യേശുവിന് വേണ്ടി ഞാനിതാ വിട്ടു തരികയാണ്. യേശുവേ, നീ എന്നെ പിടിച്ചുകൊണ്ടാൽ മതി, നിൻ്റെ തൃക്കരങ്ങളിൽ എന്നെ വഹിച്ചാൽ മതി കർത്താവേ, വേറെ ഒന്നും വേണ്ട എനിക്ക്, നിൻ്റെ തൃക്കരങ്ങളിൽ എന്നെ വഹിച്ചാൽ മതി. ഈ പ്രതിസന്ധിയെ എനിക്ക് നേരിടുവാനും ഈ പ്രശ്നത്തെ എനിക്ക് അതിജീവിക്കുവാനുള്ളതായ ഒരു കൃപ തന്നാൽ മതി, മാത്രം മതി, നിൻ്റെ സാന്നിധ്യം തന്നാൽ മതി. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം. എൻ്റെ രാജാതിരാജ് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാം തൊടണമേ, ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബത്തിൽ മനഃശാന്തി നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അവിടുത്തെ രണ്ടാമത്തോടു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുവേ, നിരായത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അനുഗ്രഹിക്കണമേ, ശക്തി പകരണമേ, തീജ്വാല ഓരോരുത്തരെയും മേൽ സ്പർശിക്കണമേ, തീജ്വാല തൊട്ട് ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ, തീയാൽ അഭിഷേകം പകരണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.